നമസ്കാരം. സഖാവ് വി.എസ്. അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലെ വലിയ ചുടുകാടിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഇപ്പോൾ ഓരോ സത്യങ്ങളും പുറത്തു വരികയാണ്. ആ സഖാവ് ഈ പ്രസ്ഥാനത്തിനോടൊപ്പം നിന്നപ്പോൾ കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ ധീരയോദ്ധാവായിരുന്നു സഖാവ് വി.എസ്. ആ സഖാവ് ജീവിച്ചിരുന്നപ്പോൾ പറയാത്തതൊക്കെ ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെയേറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് അവരുടെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നായാലും ആ സത്യമൊക്കെ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന സിന്ധു സൂര്യകുമാർ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി. ആ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ആൾക്ക് അവിടെ നേരിട്ടിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ സഖാവ് വി.എസ്. അവരെ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും ആ കേസുമായി മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ കാര്യമാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സഖാവ് വി.എസ്. ജീവിച്ചിരുന്നപ്പോൾ ഈ കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. മരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ എല്ലാ വ്യക്തികളും, പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ മഹത് വ്യക്തികളായി മാറും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഈ വി.എസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സംസാരിച്ചിട്ടുള്ളത് ഞാൻ പറയണോ വേണ്ടയോ എന്ന് പലതവണ ആലോചിച്ചതാണ്. സുരേഷിനെ അറിയാലോ, ഈ കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് ഉണ്ടായ വളരെ പ്ലാൻഡ് ആയ, ഓർഗനൈസ്ഡ് ആയ ഒരു സൈബർ അറ്റാക്ക് നേരിട്ട ഒരാളാണ് ഞാൻ. ആ സമയത്ത് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ നിന്ന് അതിഭയങ്കരമായ രീതിയിൽ എൻ്റെ ഫോൺ നമ്പർ എല്ലാം പിന്നീട് മാറ്റേണ്ടി വന്ന ആ കഥയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അത് നടന്ന ഒരു സമയം, ഒരു ദിവസം രാത്രി ഒരു 8 മണിയോടെ ഞാൻ ഇതുപോലെ ന്യൂസ് അവർ ആ സമയത്ത് ഞാൻ ന്യൂസ് അവർ ചെയ്യുമായിരുന്നു. പോകുന്ന സമയത്ത് എനിക്ക് വി.എസിന്റെ ഓഫീസിൽ നിന്ന് ഒരു ഫോണ് വന്നു, വി.എസിന് സംസാരിക്കാൻ. അപ്പം ഞാനൊന്ന് ഞെട്ടി. ഞാൻ ഇതുവരെ വി.എസുമായിട്ട് അങ്ങനെ പേഴ്സണലി സംസാരിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം സംസാരിച്ചു, സിന്ധു, ഞാൻ അച്യുതാനന്ദനാണ്, വി.എസ്. അച്യുതാനന്ദൻ. അപ്പൊ തന്നെ നമുക്കൊരു ആകെ എങ്ങനെ, നമുക്ക് ചെവിയിൽ ഫോണിൽ അങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കാത്തത് കൊണ്ട് ഞാനൊന്ന് എംബാരസ്ഡ് ആയി. എന്താണ് അദ്ദേഹത്തെ വിളിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഖാവെ പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ടും ഭയപ്പെടരുത്, ഇത് പലതരത്തിൽ ഇങ്ങനെയുള്ള ഭീഷണികൾ ഉണ്ടാകും, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടാതെ ശരിയായ വഴിയിൽ മുന്നോട്ട് പോകണം, ഞങ്ങളെല്ലാം ഒപ്പമുണ്ട്, ഞാൻ ഒപ്പമുണ്ട് എന്ന്. വളരെ ചുരുങ്ങിയ സംഭാഷണമാണ്, പക്ഷേ ആ സംഭാഷണം നമുക്ക് തരുന്ന ഒരു ധൈര്യമുണ്ട് മനസ്സിന്. ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് വി.എസ്. ജീവിച്ചിരുന്നപ്പോൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ. ഈ പ്രസ്ഥാനത്തെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുവാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഇപ്പോൾ വന്ന് വി.എസിനെ പുകഴ്ത്തുകയും മറ്റും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിനോട് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ മരിച്ചതിന് ശേഷം പറയും. മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം പറയും. നേരെ മറിച്ച് ഇപ്പോ വി.എസിന്റെ സ്ഥാനത്ത് എ.കെ. ആന്റണിയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ മരിച്ച കരുണാകരനോ വേറെ മറ്റു ബി.ജെ.പിയിൽപ്പെട്ട ആളോ ഒക്കെ ആണെങ്കിൽ ഇവരൊക്കെ ആ സമയത്ത് തന്നെ വെളുപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇതാണ് ഇടതുപക്ഷ രാഷ്ട്രീയവും വലതുപക്ഷ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം. സഖാവ് വി.എസ്. എത്രമാത്രം അതുല്യനായിരുന്നു എന്നുള്ളത് ഈ ഒറ്റ ക്ലിപ്പിങ്ങോടുകൂടി പറയുന്നതല്ല. പക്ഷേ ഈ ക്ലിപ്പിങ്ങുകൾ കൊണ്ട് അളന്നെടുക്കാവുന്നതുമല്ല വി.എസിന്റെ ജീവിതം. ഈ ഇന്ത്യൻ സമര ചരിത്ര താളുകളിൽ ഉജ്ജ്വലമായിട്ടുള്ള സമര
നേട്ടങ്ങൾ, സമര ഏടുകളാണ്. ഉജ്ജ്വലമായിട്ടുള്ള നേട്ടങ്ങൾ ഇവിടുത്തെ ജനതയ്ക്ക് നേടിക്കൊടുത്ത വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലനായ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു സഖാവ് VS.